को थाम ले। എവിടെയെങ്കിലും എൻ്റെ മോനോ മോളോ ഞാൻ കാരണം ക്രൂശിന്റെ ബൈരിയായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. और प्रभु जी यदि मेरे बेटा बेटी यदि क्रूस के बैरी किसी भी रूप में बने हो तो हमें माफ कर दे. കർത്താവേ നിന്നെ പോലെ ഈ ഭൂമി ജീവിപ്പാൻ എന്നെ സഹായിക്കണം. प्रभु जी आपके भांति इस संसार में हम जीने पाएं. അടുത്ത തലമുറയ്ക്ക് ഞാൻ ഒരു പിക്ചറമായി മാതൃകയായി നിൽക്കട്ടെ. और प्रभु जी आगामी पीढ़ी के लिए मैं एक आदर्श और नमूना बन के ठहरूं. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. प्रार्थना करना बहुत जरूरी है प्रियजनों. നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യമായി ഈ ദൈവവചനം കേരളത്തിൽ ഒരു ചർച്ചിലാണ് ഞാൻ ആദ്യമായി പ്രസംഗിച്ചത്. मैंने केरला की एक कलीसिया में पहली बार इस वचन को प्रचार किया. അന്ന് വളരെ ഞാനൊരു മെസ്സേജ് ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ സങ്കീർത്തനം വരുന്നത്. और तब मैं ये संदेश वगैरह तैयार करके बैठा था तो एकदम से ये वचन मेरे अंदर आया. ഒരു മണിക്കൂർ എനിക്ക് സമയം തന്നിട്ട് അരമണിക്കൂർ ഞാൻ കരയുകയായിരുന്നു. एक घंटा मेरे को समय दिया, आधा घंटा मैं रो रहा था. ആ ചർച്ച് മുഴുവൻ കരയുകയായിരുന്നു. और वो कलीसिया पूरी रो रही थी. പ്രസംഗത്തിന് ശേഷം അവസാനം ഒരു അച്ചായൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, प्रचार के उपरांत एक भाई आया और मेरे से लिपट गया और मुझसे कहा, പാസ്റ്ററെ, തൂങ്ങി മരിക്കാൻ കയറിട്ട് നിൽക്കുന്ന ആളുകളെ പോലായിരുന്നു ഞങ്ങൾ, രക്ഷിച്ചതിനായി നന്ദി. और पासवान साहब हम लोग जो हैं रस्सी लेकर अपने आप को फांसी लगाने वाले थे, लेकिन आप उन्हें बचा लिया, धन्यवाद. ഞങ്ങൾ സാക്ഷ്യത്തിന് എഴുന്നേൽക്കുമ്പോൾ മുമ്പ് ഇരിക്കുന്ന പിള്ളേർ ചിരിക്കുമായിരുന്നു പാസ്റ്ററെ. और जब हम गवाही के लिए खड़े होते थे तो सामने बैठने वाले बच्चे लोग हंसते थे. ഞങ്ങളുടെ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിടുന്ന മെസ്സേജ് ഞങ്ങളെ തകർക്കുമായിരുന്നു. और हमारे चर्च के ग्रुप में जो बच्चे थे उनके संदेश हम लोग को तोड़ देते थे. ആ മനുഷ്യൻ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. और उस व्यक्ति ने आंखें भर आई और मुझसे कहा कि परमेश्वर ने हमारा साथ नहीं छोड़ा है. अभी ദൈവം അടുത്ത തലമുറയിലും ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. परमेश्वर आगामी पीढ़ी में भी कुछ काम करना चाहता है. പ്രിയപ്പെട്ട അച്ചായമാരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. प्रियजनों, भाइयों, आप लोग एक साथ होकर एकजुट होकर प्रार्थना करें. അമ്മാമ്മമാരെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. बहनों, एकजुट होकर प्रार्थना करें. എന്നേക്കാൾ ശക്തമായി എന്റെ മകൾ പ്രാർത്ഥിക്കുന്നവളായി തീരണം. और मेरे से भी ज्यादा प्रार्थना में समय व्यतीत करने वाली मेरी बच्ची ठहरे. ശക്തമായി ദൈവത്തിന് വേണ്ടി എന്റെ മോൻ നിൽക്കണം. और मेरे से भी सामर्थ्यवान रूप से मेरा बच्चा जो है प्रभु के लिए खड़ा हो. ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. एक क्षण प्रार्थना आंख बंद करें. രണ്ട് കരങ്ങളും ഈ മുമ്പോട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? अपने दोनों हाथों को आगे की ओर बढ़ा लें. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? यहाँ बैठे हुए बच्चों के लिए प्रार्थना करेंगे क्या? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് അവരുടെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ? अपने बच्चों का नाम लेकर प्रार्थना करें. കർത്താവേ, ഇവർ വഴുതി പോകല്ലേ. प्रभु जी ये बहकने ना पाए, ഇവർ ഇടറി പോകല്ലേ. ये डगमगाने ना पाए. ഇവരുടെ കണ്ണ് നിന്നിൽ നിന്ന് മാറല്ലേ. और प्रभु तेरी नजर इन पर गड़ी रहे. പുറത്ത് നോക്കി എനിക്ക് അറിയത്തില്ല കർത്താവേ. और प्रभु बोल, आप छुए हमें नहीं जानता प्रभु. ബാഹർ എനിക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. और बाहर से देखने में मुझे कुछ भी नहीं समझ आता. എന്റെ മോളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് പിടിക്കണം. मेरे बच्चे के मन को नियंत्रित कर ले. मेरे बेटे ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. एक क्षण ये प्रार्थना करे हर एक जन. പരിശുദ്ധാത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. पवित्र आत्मा में प्रार्थना करें. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ചില മക്കളിൽ ദൈവപ്രവൃത്തി ദൈവം ചെയ്യുകയാണെന്ന്. मुझे निश्चय इस बात का कि परमेश्वर कुछ बच्चों में काम कर रहा है. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിഗലബ ശമന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. हर एक जन प्रार्थना करे. വഴുതി പോകാൻ സാധ്യതയുള്ള, ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കണം. हे प्रभु जी, बहकने और जो है लड़खड़ाने की संभावनाओं में हमें थाम ले प्रभु जी. കർത്താവേ, നാടകീയമായ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. प्रभु जी, आडंबर में दिखावे का जीवन हमें नहीं चाहिए. എനിക്കൊരു ഡ്രാമയായിട്ട് ജീവിക്കണ്ട. मुझे एक नाट्य जीवन नहीं चाहिए. എന്റെ എല്ലാ മാസ്കുകളെയും ദൈവമേ നീ വലിച്ചു പറിച്ചു മാറ്റണമേ. मेरे सारे मुखौटों को नोच दे, निकाल दे बाहर प्रभु जी. നിന്റെ സന്നിധി നഗ്നതും മലർന്നുമായി ഞാൻ വരുന്നു കർത്താവേ. आपके समक्ष में बेपरद और नग्न हूँ प्रभु जी. എന്നോട് കരുണ കാണിക്കണം. मुझ पे दया कर प्रभु. എന്റെ കുടുംബത്തോട് കരുണ मेरे കാണിക്കണം. परिवार पे दया कर. എന്റെ കുഞ്ഞുങ്ങളോട് കരുണ मेरे കാണിക്കണം. बच्चों पर दया कर. എന്റെ സഭയോട് കരുണ കാണിക്കണം. कलीसिया पे दया कर. യേശുവിന്റെ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഓ യേശുവിന്റെ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിന് പുതിയ മാനസാന്തരം, ഞങ്ങളുടെ മനസ്സിന് പുതിയ മാനസാന്തരം. हमारे मन में एक नया बदलाव दे प्रभु जी. मन फिराव दे. ചുടാലമാനയാ റിഗാനയാ രഗശ്യാ ധരമന അടഗമന റിഗജന രഗശ്യാധന അർദ്ധൽ പ്രൗഢമന ഘടകസി വൈഡജാരകല ഘടകസ്യാധന. ഞങ്ങൾ തകർന്നു പോകയില്ല. ഹം ഗിറേഗാ നഹീ, ഹം ആഗേ ബഡേഗാ. ഹം ഗിറേഗാ നഹീ, ഞങ്ങൾ തകരുകയില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ മുമ്പോട്ട് നടത്തും. हमारा प्रभु हमें आगे चलाएगा.
हम कभी हारेंगे ഓരി नहीं, ബലവ पीछे ശമന नहीं होंगे। ഘടകജന അതുര ബലവ ശമന റിഗജന Jesus. അർത്തൽ പ്രൗഢമനഗ സ്യാധര റിഗജന Thank you. തുട ബലവ Thank you. ശമന Thank ബലവ you. ശമന ജനാദിയാന്തന Thank you, Lord. കർത്താവേ ചില കുഞ്ഞുങ്ങളെ യൗവനക്കാരെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പുറകിലോട്ട് വലിക്കുന്നു. അവിടെ വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന കർത്താവേ, അവരുടെ മനസ്സിനെ ചിന്തകളെ ബാധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ലോകത്തിന്റെ കയറുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ. യേശുവിൻ നാമത്തിൽ അവിടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയരട്ടെ. Amen. यीशु के തുടാമാന नाम में റിഖമാന जवानों की റമശമാന सारे बच्चों की റിഖാധന चिंताएं नजर വൈശമാന यीशु की യാന്തന ओर होने पाए। റിഖലബലബ ശതരമന. Amen. Thank you, Lord. നാളുകളായി മനസ്സിൽ വേദനിച്ച് നീറിപ്പോകുന്ന കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഈ ദിവസങ്ങളിൽ ദൈവം ഒരു മിറക്കിൾ ചെയ്യാൻ പോവുകയാണ്. और जो है बरसों से परिवार में अपने हृदय पर बहुत ज्यादा वेदना अनुभव कर रहे परिवार से परमेश्वर कहता है कि परमेश्वर हस्तक्षेप करेगा. സാമാന്യമായ നല്ലൊരു കുടുംബവും വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് വേദനയെ ഒളിപ്പിച്ചു വെക്കാൻ ഒരു ധൈര്യമുണ്ട്. और वेदना को छुपा के रखने का एक हिम्मत हमारे अंदर है, क्योंकि हम पढ़े लिखे और अच्छे शिक्षित हैं. പക്ഷേ പലപ്പോഴും കട്ടിലുകളിൽ കിടക്കുമ്പോഴൊക്കെ കരഞ്ഞ് ആരും അറിയാതെ തിരിഞ്ഞും മറിഞ്ഞും ബാത്റൂമിലൊക്കെ ഇരുന്ന് കരഞ്ഞ് ഹാലിൽ നീറുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഒരു പുതുക്കത്തിലേക്ക്, ഒരു മടക്കത്തിലേക്ക് ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. മാനസാന്തരത്തിലേക്ക് മടങ്ങി വരിക. लेकिन अपने आंसुओं को अपने कमरे में, अपने बेडरूम में, बाथरूम में थाम नहीं पा रहे. ऐसी अवस्था में जो है उनसे परमेश्वर कहता है तुझे वापस लौटा ले आएंगे उस अवस्था में जो आशीष की है. ഒന്ന് വാതുറന്ന് പറയാൻ പറ്റുമോ, ദൈവമേ തലമുറയായി നീ ഞങ്ങളുടെ ദൈവമാണ്? क्या ऐसा कह पाएंगे अपना मुंह खोलकर कि परमेश्वर तू पीढ़ी दर पीढ़ी हमारा धाम है. തലമുറയായി നീ മാത്രം ഞങ്ങളുടെ ദൈവമാണ്. ओ पीढ़ी दर पीढ़ी सिर्फ तू ही हमारा परमेश्वर है. തലമുറയായി നീ മാത്രം ഞങ്ങളുടെ ദൈവമായിരിക്കണം. और पीढ़ी दर पीढ़ी सिर्फ तू हमारा परमेश्वर बने रहना. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. हालेलुया. പ്രിയപ്പെട്ടവരെ, തീമോത്തിയോസ് എന്ന് പറയുന്ന ശക്തനായ ഒരു മിഷണറിക്ക് ഉണ്ടാവാൻ നമ്മൾ ബീജാനിലൂടെ കേട്ടല്ലോ. കാരണം ഒരു അമ്മച്ചിയും ഒരു അമ്മയും ഒരു വല്യമ്മയും ഉണ്ടായിരുന്നു. एक सामर्थी थिमोथियोस एक प्रभु का दास तैयार हुआ, उसके पीछे उसकी दादी और उसकी माँ कारण बनी. 16-17 വാക്യത്തിലേക്ക് വരാം. उसके 16वें और 17वें आयत में आए. ആസാവ് പറയാണ്, आसाफ कहता है, ഞാൻ ഇതൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. जब मैं इस बारे में सोचने लगा तो मुझे कुछ समझ नहीं आ रहा था. സത്യദൈവത്തിന്റെ പിൻപേ പോയ ഞാൻ തകർന്ന് തരിപ്പണമാകുന്നു, ദുഷ്ടൻ തഴച്ചു വളരുന്നു. और सच्चे परमेश्वर के पीछे चलने वाला मैं बिखर रहा हूँ, टूट रहा हूँ, और दुष्ट जो है फल फूल रहा है. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല നോക്കിയിട്ട്. और मुझे ये बात समझ नहीं आ रही है. എപ്പോഴും ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞാൻ വേദനയിലാണ്, പക്ഷേ അടുത്തുള്ളവർ ദുഷ്ടർ ലോകർ നന്നായി हर समय उपास और प्रार्थना करने वाला मैं तकलीफ में, वेदना में हूँ, और दुष्ट लोग जो हैं वो फल फूल रहे हैं, हुष्ट पुष्ट हैं. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെന്താ സംഭവം? ये क्या है, ये समझ ही नहीं आ रहा है. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വേദന മാത്രമാണോ? परमेश्वर यदि हमारे साथ रहेगा तो क्या सिर्फ वेदना ही हमारे जीवन में ദൈവം रहेगा? മാത്രമുണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ തകർച്ചയാണോ? क्या परमेश्वर हमारे साथ है तो सिर्फ हमारे जीवन में टूटना और बिखरना ही लिखा है? 16-17 വാക്യങ്ങൾ. उसका 17 और 18. സംശയമാകത്ത് വരാൻ തുടങ്ങി. उसके अंदर शंका आने लगी. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും സംശയങ്ങൾ വരും. मसीह जीवन में हमारे पास भी जीवन में शंका आती है. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ സംശയം നമ്മുടെ അകത്ത് വരും. जीवन के कई परिस्थिति में शंकाएं कई प्रकार की आती हैं. ഇന്നലെ ജിബി ഭയ്യയുടെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യം. कल जिबी भैया की पत्नी ने मुझसे, जो सेबिन ने कहा, കത്തോലിക്ക സമുദായത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. वे कैथोलिक बैकग्राउंड से जो है पृष्ठभूमि से आए हैं प्रभु में. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ആരാധന മധ്യേ മമ്മി ലോകത്തു നിന്ന് പോയി. और 1 साल बाद आराधना के दरमियान उनकी माता संसार से चली गई. ഒരു പിടുത്തവും കിട്ടുന്നില്ല, എന്താ ഇങ്ങനെയൊക്കെ? और वो समझ नहीं पाई कि आखिर ऐसा क्यों. എനിക്ക് തോന്നുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മോളിൽ പോയി അപ്പനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. और कई बार हम यही चीजें बोल रहे थे जो वहाँ पूछने को है काफी ज्यादा. സ്വർഗ്ഗത്തിൽ ചെന്ന് ആദ്യം പറയും ഇവിടെ ഇരിക്കുക, കുറച്ച് കാര്യം ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി കാര്യമൊക്കെ കാണാം. और स्वर्ग में पहुंचने के बाद कहेंगे यहाँ बैठो, कुछ बातें पूछने को है. എന്തായിരുന്നു സ്നേഹിച്ചിട്ടും അടിയോട് അടിയായിരുന്നില്ല, എന്തിനാ ഈ അടിയെല്ലാം കൂടെ തന്നെ?
और क्यों इतना प्यार करते थे, जो इतना हमको पिटाई जो क्यों करी। നമുക്കറിയത്തില്ല അവിടെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന്. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 10 ചോദ്യം ചോദിച്ചിരിക്കും. और यदि है तो मैं ऐसा पूछता वहां पहुंचने के बाद कि ये सवाल तो मैं करता जरूर। അല്ലെങ്കിൽ എനിക്ക് കേട്ട് എന്നാ ഐഡിയ ഇടിക്കുന്നു ചോദിക്കണ്ടേ, ഇതൊക്കെ എന്തിനാ ഇടിക്കുന്നത്? और मेरे को जो घूसे पड़े हैं वो मैं तो जाके पूछता कि इतने घूसे मुझे क्यों സംശയം पड़वाए? സംശയം നമ്മുടെ അകത്ത് വരും. हमारे अंदर कई तरह की शंका आती है कि हम जाके ऊपर पूछेंगे, സംശയം വലിയ കുഴപ്പമില്ല, സാധാരണ ഉണ്ടാകുന്നതാ. और ऐसी शंकाएं हमारे जीवन में उठ सकती हैं, ये आम बात है। യേശു പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് യോഹന്നാനെ പോലെ ഒരുത്തൻ ഉണ്ടായിട്ടില്ല. और यीशु ने कहा स्त्रियों में यूहन्ना के जैसा कोई नहीं आज तक उत्पन्न हुआ। യേശുവിന് വഴി ഒരുക്കാൻ വന്ന ആളാ യോഹന്നാൻ. वो यीशु का मार्ग तैयार करने आया था यूहन्ना बपतिस्मा देने वाला। അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ നടുവിൽ ഇതിന്റെ ഈ ആൾക്കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കാൻ വന്നു എന്ന് ശക്തമായി പറഞ്ഞ മനുഷ്യൻ. और वो बड़े प्रखर रूप से इस बात को कहा कि मेरे पीछे जो व्यक्ति आ रहा है उसका मार्ग सुधारक के रूप में मैं आया हूँ। ഇത്ര വലിയ വലിയ കാര്യമൊക്കെ പറഞ്ഞ ആള്, इतनी बड़ी बड़ी बात कहने वाला व्यक्ति ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ തന്റെ ശിഷ്യന്മാരെ വിട്ട് യേശുവിനോട് ചോദിക്കുക, നീ ആണോ മസിഹ, ഇനി വേറെ ആരും വരാൻ? जीवन में एक परिस्थिति ऐसी आई जब वो अपने चेलों को भेजकर यीशु से पूछता है कि क्या आने वाला मसीहा आप ही थे क्या? യേശുവിന് വഴി ഒരുക്കാൻ വന്ന ആള് യേശുവിനോട് തന്നെ ചോദിക്കുക, നീ തന്നെ ആണോ, ഇനി വേറെ ആളുണ്ടോ? यीशु के लिए जो मार्ग बनाने वाला आया था वो खुद यीशु के पास चेले भिजवा के पूछवा रहा अपने कि क्या आप ही थे वो मसीहा जो आने वाले थे? ഇത് പുതിയ നിയമത്തിന്റെ ഏലിയാവ് യോഹന്നാൻ. ये नए नियम का जो है यूहन्ना जो एलिया है, സെയിം സ്വഭാവമായിരുന്നു പഴയ നിയമത്തിലെ ഏലിയാവും. और यही स्वभाव था पुराने नियम में एलिया का। പുള്ളി ജനിക്കുന്നതിന് മുമ്പ് उसके जन्म के पहले ദൈവം ഡയറിയിൽ എഴുതി വെച്ചു, परमेश्वर ने डायरी में लिखा ജീവനോടെ എടുക്കും. वो जीवित उठा लिया जाएगा। പക്ഷെ ഒരു ദിവസം പുള്ളി പറയും, ഇപ്പം മരിക്കണം എന്നെ ഇപ്പൊ എടുത്തു. और वो ऐसी स्थिति में आ गया, परेशानी जब आई तो कहने लगा प्रभु मेरे प्राण बहुत हुआ, बस मेरे प्राण उठा ले करके एलिया बोलने लगा। സംശയം. शंका। ആസാവ് പറയുന്നത് നമുക്കും ഉണ്ടാവും. आसाप कहता है जैसा वैसे हम भी हो सकते हैं। ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ സംശയം വരും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? जीवन के कई दौर में ऐसी शंकाएं आ सकती कि प्रभु ऐसा क्यों आखिर? ലോക മനുഷ്യന് നമ്മളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംശയം വരും. और संसार के लोग की जब हमारे साथ तुलना होती है तो ये बात उठती है, 16ാമത്തെ വാക്യം शंका आती है। ആസാവ് പറയാണ്, 16वीं आयत में आसाप कहता है, എനിക്കൊരു പിടുത്തം കിട്ടാതായപ്പോൾ और जब मैं इस बात को कैसे समझ सकूं सोचने लगा, ഞാൻ നേരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി. तब मैं परमेश्वर की उपस्थिति में गया। എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, പ്രിയപ്പെട്ടവരെ, मुझे सुनने वाले जवान और प्रियजनों, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, यदि किसी विषय पर आपको किसी भी तरह की शंका उठती है, सवाल उठते हैं, ആ സംശയം കൊണ്ട് നടക്കരുത്. आप उसको दिल में रख कर ना घूमें। യോഹന്നാൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ആ സംശയം പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. और यूहन्ना जो है अपनी शंका को प्रकट कर दिया, इसलिए बच गया। ദൈവസന്നിധിയിലേക്ക് വരണം, परमेश्वर की हुजूरी में आए, ഉപവസിക്കാൻ തയ്യാറാകണം, उपवास करने तैयार हो, പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, प्रार्थना के लिए तैयार रहें, ദൈവവചനം വായിക്കാൻ തയ്യാറാകണം. परमेश्वर के वचन पढ़ने तैयार रहें। നിങ്ങളുടെ സംശയം മാറും. आपकी शंका दूर हो जाएगी। ദൈവത്തിന് നിങ്ങളുടെ സംശയത്തെ മാറ്റാൻ പറ്റും. परमेश्वर आपकी शंका को दूर कर सकता है। യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോകും. यरूशलेम से एम्मौस की ओर 2 चेले जा रहे थे। രണ്ടുപേരും തർക്കിക്കുകയാണ്. दोनों जन तर्क कर रहे हैं। യേശുവിനെ ക്രൂശിച്ചു, यीशु को क्रूसित कर दिया, ഉയർക്കൂന്നാ പറഞ്ഞേ. और वो कह रहे थे कि वो जी उठेगा, ഉയർത്തുന്നും പറയുന്നു. और जी उठा भी कह रहे हैं। ഇതെല്ലാം കൂടെ ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. वो बड़ा असमंजस में या ऊहापोह में है। തർക്കത്തിൽ മോശയുടെ കാര്യം, ഏലിയാവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. और इसमें मूसा एलिया की सब बातें चल रही है चर्चा में। ഇടയ്ക്ക് യേശു കൂടെ നടന്നു. यीशु साथ साथ होने लगा उनके, അകം കത്തി എന്നാ ബൈബിളിൽ और എഴുതിയേക്കുന്നത്. बाइबल में लिखा है कि उनके अंदर एक आग जल रही थी, അകം കത്തിയാൽ അകത്തെ സംശയവും കത്തിപ്പോവും. और अंदर आग लगेगी तो शंका भी खत्म हो जाएगी। മനസ്സിനകത്ത് ആരും അറിയാത്ത സംശയങ്ങൾ വെച്ചിരിക്കുന്നവരെ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വരിക. और हृदय में वो शंकाओं को लिए फिरने वाले लोग, जिससे लोग अनभिज्ञ हैं, यीशु के पास आप आ जाएं उसको लेके। മോനെ മോളെ, അന്യഭാഷയിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കണം. और अन्य भाषा में यदि आपको शंका होती है, अन्य भाषा सही है क्या, तो आप घुटने टेकें। ബഹളം കൂടുതലാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുട്ട കുത്തണം. आवाज ज्यादा हो रही है ऐसा लगता है तो घुटने पे जरा बैठें। ഇതിൽ എഴുതിയേക്കുന്നതെല്ലാം ശരിയാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി വരിക. इसमें लिखी हुई बात सब सही है क्या, ये जानना है तो प्रार्थना के लिए आना होगा। ദൈവസന്നിധി വന്ന് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ ആസാവ് പറയാണ്, परमेश्वर की हुजूरी में आकर घुटने जब टेक लिया तब आसाप कहता है, 21-22 വാക്യങ്ങൾ, 21 और 22 आयत, എന്റെ മനസ്സിനകത്ത് നന്നായിട്ടൊരു കുത്തുകൊണ്ടു. मेरे हृदय में जम के कचोहट हुई। ദൈവം എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. परमेश्वर मेरे मन को नियंत्रित करने लगा। അപ്പൊ എനിക്കൊരു കാര്യം പിടുത്തം കിട്ടി. तब मैं एक चीज जान गया। എന്താണെന്നറിയോ? क्या है? പറഞ്ഞേ.
മലയാളത്തിൽ ഞാൻ പൊട്ടനാന്ന് മനസ്സിലായി. वो समझ गया कि मैं बुद्धू हूँ. 22 വാക്യം എന്നെ ഏറ്റവും ചിരിപ്പിച്ച വാക്യം അതാ. और सबसे हंसी मुझे उसी बात पर आई. ഞാൻ കരയുകയും ചിരിക്കുകയും തുള്ളിച്ചാടുകയൊക്കെ ചെയ്തു. और मैं उस समय रोने लगा और कूदने भी लगा. ഇതെല്ലാം കണ്ട് കുറെ നാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും സ്വതന്ത്രം പറ പോടുന്നു ഞാൻ പറയില്ല, എല്ലാവരോടും പണക്കം. और जो है ये सब रख के मन में गुस्सा और द्वेष घृणा भर गया और किसी से जो है कोई धन्यवाद प्रेज द लॉर्ड बोलता तो वो भी नहीं बोलेंगे. ऐसे चल रहा है. और सब लोग हाथ उठाते हैं तो वो अपने हाथ को ऐसे करके खड़े हैं. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് എന്തെങ്കിലും കാണിച്ച് അവിടുന്ന് പോകും, ചെയ്യില്ല. और कोई एक जन प्रार्थना करते हैं तो वहां से कोई बहाना करके निकल जाएंगे സംശയം എല്ലാം കൂടെ കേറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. क्योंकि शंका सब अंदर घुसा हुआ था. ഇടയ്ക്കിടയ്ക്ക് തോന്നി ഞാൻ ചിന്തിക്കുന്നതൊക്കെ വളരെ കൃത്യമായ ശരിയായ കാര്യമാണ്. और कई बार उसको लगा कि मेरे जो तर्क हैं, मेरी जो सोच है वो तो कितनी सही है, मैं जो सोच रहा हूँ बात तो हकीकत है. അതിനിടയ്ക്ക് പാസ്റ്റർ 3 ദിവസം ഉപവാസം ചർച്ച വെച്ചു. उसके बीच में पास्टर ने 3 दिन का उपवास रख दिया. കാല് തട്ടി മുറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനാ വരണ്ടി വന്നു. और जो है क्योंकि पैर टकरा गया था, चोट आई थी, इसलिए चर्च में आना पड़ा. 3-ാം ദിവസം പുറകെ ചങ്കത്തടിച്ച് കരയുക. और तीसरे दिन हृदय पे मार मार के छाती पीट कर रो रहे. എല്ലാവരും ചോദിക്കുന്നു അമ്മാമേ അച്ഛാ എന്താ കരയുന്നേ, ഒന്നും പറഞ്ഞില്ല. और सब लोग पूछ रहे क्या हो गया, क्या हो गया, इतना क्यों रो रहा है. कोई कुछ नहीं कह रहा. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു ഞാൻ പൊട്ടനാ. और घर में जाकर मैंने अपने पत्नी से बोला मैं कैसा जो है मूर्ख हूँ. 4 വർഷം കൊണ്ട് ഞാൻ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ഈ സത്യത്തെ പിടിച്ചോണ്ട്. 4 बरस तक मैं इन बातों को लेकर ये मूर्खता की बातें कहता फिरता था. പ്രിയപ്പെട്ടവരെ, ചില സംശയം ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. कुछ शंकाओं को सिर्फ परमेश्वर ही हल कर सकता है, उत्तर दे सकता है. പേന ഉണ്ടെങ്കിൽ വേദപുസ്തകത്തിന്റെ പുറകിൽ IPC ജബൽപൂർ ചർച്ച് എഴുതിയിടേണ്ട ഒരു വാക്യമാണ് ചില സംശയം ദൈവത്തിനെ മാറ്റാൻ പറ്റൂ. और बाइबल के अंतिम पृष्ठ में आप ये लिख के रख दीजिए कि कुछ शंकाएं ईश्वर ही अलग कर सकता है. അത് ബീജാനും ജിനോയ് പാസ്റ്ററും സാജനും ലോകത്താർക്കും മാറ്റാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ ആ സംശയം മാറ്റാൻ പറ്റൂ. वो पास्टर जिनोय या पास्टर साजन या कोई और नहीं कर पाएंगे. ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ സംശയം വന്നാൽ ദൈവസന്നിധി മുട്ടുമടക്കുക, ദൈവം ഉള്ളം കത്തിച്ച് സംശയത്തെ മാറ്റി തരും. जब भी शंका जीवन में आए तुरंत घुटनों पर आए, परमेश्वर के समक्ष बैठे और वो आपकी शंका को दूर करेगा. 18-ാം വാക്യത്തിൽ ദൈവസന്നിധി വന്ന് സംശയം മാറിയപ്പോൾ പറയാണ് എനിക്കൊരു കാര്യം ഉറപ്പായി നിശ്ചയമായി അവരെല്ലാം വഴിവഴിപ്പിൽ നിൽക്കുകയാണ്. और 18वें आयत में वो कहता है जब उसकी शंकाएं सब दूर हो गई तो कहता मुझे अब ये निश्चय हो चला है कि ये जो हुष्ट पुष्ट तगड़े लोग हैं, निरोग हैं, ये लोग सब फिसलन वाले स्थान में खड़े हैं. ചുറ്റും ഞാൻ കണ്ട നല്ലതെന്ന് കണ്ടവരെല്ലാം വഴുതി തകർന്ന് തരിപ്പണമാകാൻ പോയി നിൽക്കുന്നവരാണ്. और वो जिसको मैं समझ रहा हूँ ये कितने भले लोग हैं, चुस्त दुरुस्त तंदुरुस्त लोग हैं, ये सब बर्बादी के कगार पर फिसलन भरी जगह में खड़े हुए हैं. 23-24 വാക്യങ്ങൾ. उसका 23 और 24 आयत. സംശയം നന്നായിട്ട് മാറി. उनकी शंका दूर हो गई अच्छी तरह. അപ്പൊ പറയാണ് ദൈവം എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. तब वो कहता है परमेश्वर मेरे हाथ को थामे हुआ है. 24-ാമത്തെ വാക്യം. 24वां आयत. ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരുന്നുണ്ട്. जो मुझ पर नजर रखता है और मुझे जो है उपदेश देता रहता है. ഇതെന്നും നടക്കുന്ന സംഭവമാണ്. കൈക്ക് പിടിച്ച് ദൈവം വഴി പറഞ്ഞു തരുന്നുണ്ട്. और वो मुझको सम्मति देता है मेरे हाथों को थामते हुए. ഇത് എല്ലാ ദിവസവും ദൈവം ചെയ്യുന്നുണ്ട്. ये हर दिन आपके जीवन में प्रभु कर रहा है सबके. പക്ഷെ കണ്ണ് മാറിയപ്പോൾ കാലിടറിയപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ല. लेकिन जब हमारी नजरें बहक गई और हमारे पैर लड़खड़ाने लगे तब हम ये चीज जान नहीं पाए, देख नहीं पाए, समझ नहीं पाए. മനസ്സ് വഴുതി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റാതായി. जब मन जो है लड़खड़ा गया तो ये चीजें हम देख नहीं എത്ര पाए. പേര് ഇന്ന് പകലിൽ വിശ്വാസത്തോട് പറയും എന്റെ കരത്തിൽ എന്റെ ദൈവം പിടിച്ചിട്ടുണ്ട്. कितने लोग आज विश्वास से कहेंगे कि मेरा परमेश्वर मेरे हाथ को थामे हुआ है. എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും എന്നെ നന്നായി മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു കരം എന്റെ വലത് കരത്തിലുണ്ട്. मैं देख नहीं रहा हूं तो भी मेरा हाथ परमेश्वर ने मेरे दाहिने हाथ को जोर से थामा हुआ है. ആരും അറിയാതെ ഞാൻ കരഞ്ഞപ്പോൾ ആ കരം എന്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. और जब मेरे आंसू बहे हुए हैं जिसको कोई नहीं जानता था, देखा था, तो प्रभु ने मेरे आंखों से आंसू पोंछे हैं. എല്ലാവരും തകർന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ആ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. और जब सबने कहा कि ये तो तबाह हो गए, ऐसे परिस्थिति में उस परमेश्वर ने मुझे और मेरे परिवार को हाथ थाम के उठाकर खड़ा किया. അപകടങ്ങൾ രോഗങ്ങൾ എന്നെ മൂടി പിടിച്ചപ്പോൾ തീർന്നുവെന്ന് വിചാരിച്ച് എന്നെ ആ കരം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. दुर्घटना और बीमारी से दुनिया ने जब कहा कि अब ये नस्त नाबूद हो गए, लेकिन परमेश्वर ने अपना हाथ बढ़ाकर वहां भी हमें खड़ा किया.
വലിയ മഹാമാരി ലോകത്തെ വിഴുങ്ങിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച കരത്തിനായി സ്തോത്രം. और इतनी बड़ी महामारी जब आई दुनिया में और अनेक लोग मृत हुए, प्रभु ने अपने हाथ से मुझे थामे रहा. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ച് നിന്നപ്പോൾ എനിക്ക് വേണ്ടി ഡോറുകൾ ഓപ്പൺ ചെയ്തു തന്ന, വഴി തുറന്നു തന്ന ദൈവമേ നിനക്ക് നന്ദി. और कब कैसे आगे बढ़ूंगा ये सोचकर परेशान थे, तो हमारे लिए परमेश्वर ने नए द्वारों को खोला. उसके लिए परमेश्वर को धन्यवाद. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദീദി ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं यहाँ बैठे हुए दीदी के लिए परमेश्वर का धन्यवाद देता हूँ. പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. अनीता दीदी, अनीता सिस्टर को धन्यवाद देता हूँ मैं. ഹല്ലേലൂയ. ഒരു നിമിഷം പെട്ടെന്ന് ഭർത്താവ് ഈ ലോകത്ത് നിന്ന് പോവുകയാ. और मान लो कि जो है ऐसा होता है जीवन में. മക്കൾ രണ്ട് പെൺപിള്ളാരും ഉണ്ട് അല്ലേ? बच्चे दो हैं आपके. എന്തോ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഒരു സമയം. और ऐसे समय में जब वो टूटे हुए हैं, ആരാണ്ടൊരു വഴി പറഞ്ഞു കൊടുത്ത് ചർച്ചിലോട്ട് വാ. और किसी ने बताया कि आप चलीसिया में, सिनी सिस्टर नाम, अच्छा सिनी सिस्टर. എല്ലാം ആശ്രയമായിരുന്നു ഹസ്ബൻഡ്. और उनका पति बहुत भरोसे में था. പെട്ടെന്ന് അങ്ങ് പോയി. वो जल्दी से चले गए संसार से. മുന്നേ ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല. और फिर अंधेरा और कुछ नहीं है. ഇതൊരാളുടെ കഥയല്ല. ये एक जन की कहानी नहीं है. നൂറുകണക്കിന് ആളുകൾ നമുക്കറിയാം. और सैकड़ों लोग ऐसे हैं. രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. 2 बच्चे हैं. പക്ഷെ ആരാണ്ട് പറഞ്ഞു ചർച്ചിലോട്ട് വാ. तो किसी ने उनको बोला कि आईपीसी कलीसिया में आ जाए. അതങ്ങ് കേട്ടു. तो उन्होंने सुन लिया. മോളെ നഴ്സിംഗിന് വിടാൻ പോവാ. और बच्चे को नर्सिंग में भेज रहे हैं. അവൻ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. वो हमारे हाथ को थामे है. അവന്റെ അടുത്ത് വന്നാൽ അവൻ നമ്മെ കൈവിടില്ല. और उसके पास आएंगे तो वो हमें कभी छोड़ेगा नहीं. ഈ ലോകത്ത് ആരില്ലെങ്കിലും അവൻ തന്റെ കൈ അയക്കുകയില്ല, മുറുക്കി और പിടിക്കും. वो दुनिया में कोई भी हो ना हो, वो आपके हाथ को थामे रहेगा. ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞു, എനിക്ക് 100 അനുഭവങ്ങളുണ്ട് പറയാൻ. मेरे पास 100 ऐसे अनुभव हैं कहने के लिए. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയ ആ വലിയ കരം. और सब लोग जब मुझे थामे हैं तो उसने जो हाथ को हमारे थाम लिया. ബാബുചാൻ എന്നോട് 1-2 തവണ ബൈക്ക് ആക്സിഡന്റ് കഥ പറഞ്ഞിട്ടുണ്ട്. और बाबूचान ने 1-2 बार बाइक एक्सीडेंट के विषय मुझे बताया. ബൈക്ക് ഇടിച്ച് തകർന്ന് ഒരു സൈഡിലോട്ട് വീണ് കിടക്കുമ്പോൾ उनकी बाइक चकनाचूर होकर किनारे पड़ी है. കാല് 2-3 ഒടിഞ്ഞിട്ടുണ്ട്. और उनका पैर 3 जगह से टूट गया. ബാബുചാൻ 3 തവണ ആ കാര്യം എന്നോട് പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ തീർന്നു എന്ന് വിചാരിച്ചു. और बाबूचान जब मुझको बताते थे तो ये कहते थे कि मुझे लगा कि मैं तो बस मेरा खत्म, मैं अब यहाँ मर जाऊंगा. പ്രിയപ്പെട്ടവരെ, ആ കാല് കൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ? लेकिन प्रियजनों, क्या वही पैर से आज वो खड़े नहीं है? क्या അതേ ബിസിനസ് ചെയ്യുന്നില്ലേ? क्या वो वही व्यवसाय नहीं कर रहे? തന്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുകയല്ലേ? ജീവനോടെ ഇല്ലേ ഈ ഭൂമിയിൽ? क्या वो अपने बच्चे के विवाह के लिए तैयार नहीं हो रहे? ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. परमेश्वर हमारे हाथ को थामे है. അവൻ നമ്മെ കൈവിടുകയില്ല. वो कभी हमें नहीं छोड़ेगा. മരണപാശങ്ങൾ നമ്മെ ചുറ്റിയാലും നമ്മളെ കൈവിടാത്ത ദൈവം. और मृत्यु की जो है हमें घेर ले चारों तरफ से, तो भी वो हमें साथ नहीं छोड़ता. വഴി പറഞ്ഞു തന്ന് നമ്മളെ നടത്തുന്ന ദൈവം. जो हमें राह चलाता है, राह दिखाता है. മനസ്സ് മാറല്ലേ പ്രിയപ്പെട്ടവരെ? आप अपने मन से ना बदलें. 25-ാമത്തെ വാക്യം. 25वां आयत. സങ്കടങ്ങളും സംശയമൊക്കെ മാറിക്കഴിഞ്ഞപ്പം हमारे जीवन से जब शंका और विपत ये सब विपत्ति दूर हो गई, ധൈര്യത്തോടെ പറയുക, तब धैर्य से कहते हैं സ്വർഗത്തിൽ എനിക്ക് ദൈവമുണ്ട്. स्वर्ग में मेरा परमेश्वर है. ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. संसार में तेरे सिवा और किसी की खोज में नहीं करता. എന്റെ കർത്താവേ, നീ മാത്രമാണ് എന്റെ സങ്കേതവും हे ബലവും. परमेश्वर, आप ही मेरे शरण स्थान और बल हैं. എന്റെ കർത്താവേ, നീയാണ് എന്റെ പ്രാണപ്രിയൻ. प्रिय मेरे प्रभु, आप ही मेरे प्रिय हैं. എന്റെ കർത്താവേ, നിന്റെ മാറിടമാണ് എനിക്ക് ആശ്വാസം. आपके बाहों में मुझे शांति मिलती है. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. हम परमेश्वर से प्रार्थना करें. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. एक क्षण खड़े हो जाएं सब कोई. എല്ലാവരും ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് हर നിൽക്കാം. एक जन खड़े हो जाएं एक क्षण के लिए. ഞാൻ പറഞ്ഞ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നത് ദൈവം നിങ്ങൾക്ക് തന്ന ആരോഗ്യമാണ്. और परमेश्वर ने जो बल दिया है वही आपके लिए सब कुछ है. നിങ്ങളുടെ നടുവിന് കാലിന് ബലം തന്ന കരം പിടിച്ച ദൈവത്തിന് നന്ദി പറയുക. आपके पैरों को बल दिया और हाथ थामे हुए എല്ലാവരും परमेश्वर को കണ്ണുകളെ धन्यवाद. അടച്ച് ഒരു നിമിഷം एक പ്രാർത്ഥിച്ചാട്ടെ. क्षण के लिए हाथ बंद करके प्रार्थना करें. നമ്മുടെ മനസ്സ് ഒരിക്കലും ഇടറി പോകരുത്. हमारा मन कभी भी विचलित ना हो. നമ്മുടെ മനസ്സ് ഇടറുകയോ വഴുതുകയോ ചെയ്യരുത്. ना बहकने पाए, ना विचलित होने पाए. ദൈവത്തോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. परमेश्वर से एक साथ प्रार्थना करें. ദൈവദാസിയെ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. प्रभु की दासी, परमेश्वर कभी तेरा साथ ना छोड़ेगा. ദൈവദാസനെ ദൈവം നിങ്ങളെ അനാഥനായി വിടുകയില്ല. प्रभु के दास आपको कभी प्रभु अनाथ नहीं छोड़ेगा. നിങ്ങൾ കണ്ണു
തുറന്നൊന്ന് നോക്കുക, നിങ്ങളുടെ കരത്തിൽ ദൈവം പിടിച്ചിട്ടുണ്ട്. आप आंख खोलकर देखें, आपके हाथ को परमेश्वर थामे हुए നിങ്ങൾ हैं. കണ്ണ് തുറന്നൊന്ന് നോക്കുക, നിങ്ങളുടെ മുമ്പിൽ വിശാലമായ വഴി ദൈവം തുറന്നിട്ടുണ്ട്. आप अपनी आंखें खोलकर देखें आत्मिक रूप से, तो आप पाएंगे कि आपके लिए बड़ा द्वार खुला है. ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുക. परमेश्वर की सेवा के लिए अपने जीवन को सौंप दें. പ്രാർത്ഥനയുടെ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ കരയുക. प्रार्थना की आत्मा के लिए वो परमेश्वर की हुजूरी में रोएं. നഷ്ടപ്പെട്ട ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി വരിക. और जो उपवास और प्रार्थना की संगति हमने खो दी है, उसमें लौट आए. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. अरे, ഹല്ലേലൂയ, जन प्रार्थना करें. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യയിൽ ചിലത് ചെയ്യണമേ. पवित्र आत्मा हमारे बीच में कुछ कर रहे हैं. പരിശുദ്ധാത്മാവേ ചിലത് ചെയ്യണമേ. कुछ काम करे. पवित्र आत्मा हमारे बीच में, ഞങ്ങളുടെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ചിലത് ചെയ്യണമേ. हमारे शरीर प्राण आत्मा में काम करें. കുഞ്ഞുങ്ങളെ വാതുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. और बच्चे लोग जरा प्रार्थना करें. നിങ്ങൾ വാതുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. आप मुंह खोल के प्रार्थना करें. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യട്ടെ. पवित्र आत्मा कुछ करने पाए. ആരുടെയെങ്കിലും അകത്ത് സംശയമുണ്ടെങ്കിൽ, यदि किसी के दिल में शंका है, ആരുടെയെങ്കിലും അകത്ത് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, किसी भी बात को लेकर किसी के मन में शंका है, പരിശുദ്ധാത്മാവ് നിന്ന് മകളിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു. तो पवित्र आत्मा आपको छूना चाहता है, उस शंका को हटाना चाहता है. ഇന്നിവിടെ ഇല്ലാത്ത ചില പ്രിയപ്പെട്ടവരെ ദൈവം വിദൂരങ്ങളിൽ തൊടുന്നെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. आज वो लोग धन्यवाद करें जो विश्वास करते हैं कि जो दूर पर हैं उनको भी परमेश्वर आज छू रहा है. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടികളുമായി വരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. उसमें परमेश्वर उत्तर दे रहा है, ये विश्वास करें. हर एक जन प्रार्थना करे. Thank you Jesus, thank you Jesus, hallelujah. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. स्वर्गीय पिता, हम आपकी हुजूरी में एक साथ आते हैं. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഇങ്ങനെ നൽകിയ നല്ലൊരു സമയത്തിനായി आज സ്തോത്രം. सुबह हमको दिया इस समय के लिए धन्यवाद. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി आपने സ്തോത്രം. हमसे बातें की, धन्यवाद. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇടറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. हमारे बीच में मन से या हृदय से कोई लड़खड़ाए हैं, ऐसा हम लोग को पता नहीं प्रभु. ഇന്ന് പകൽ അവരെ മനസ്സിനെ നീ ഉറപ്പിച്ചതിനായി സ്തോത്രം. लेकिन आज सुबह आपने उनके हृदय को मजबूत और दृढ़ किया, इसके लिए അവരെ धन्यवाद. നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. उनके बल देने के लिए धन्यवाद. ചില സംശയങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നതിനായി कुछ സ്തോത്രം. शंकाओं को उनके जीवन से दूर करने जा रहे, इसलिए धन्यवाद. അങ്ങ് പിടിച്ചിരിക്കുന്ന കരത്തെ കാണാൻ കണ്ണുകളെ തുറപ്പിക്കുന്നതിനായി സ്തോത്രം. आप उनके आंखों को खोल रहे हैं कि वे देख सकें कि आप किस प्रकार इनके हाथों को थामे हुए हैं, इसलिए धन्यवाद. ചില നാളുകളായി കർത്താവേ, ഇടർച്ചകളും അസ്വസ്ഥകളും ഉണ്ടാക്കിയ ദുഷ്ടശക്തികളെ ദൈവം മാറ്റിക്കളയുന്നതിനായി സ്തോത്രം. और कई दिनों से जो है दूरी लाने वाली जो है
और दरार लाने वाली हर दुष्ट की चीज को दूर करने के लिए धन्यवाद देते हैं। എല്ലാവരിലും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണം. हर एक जन में पवित्र आत्मा और प्रार्थना की आत्मा की भरपूरी हो, വിശുദ്ധിയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണം. पवित्रता की आत्मा से भरे जाए सब। ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. परमेश्वर अद्भुत काम करने पाए യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ. आमीन।